ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. മുത്തശ്ശൻ മേഘയെയും മുത്തശ്ശിയെയും മനോഹരനെയും ശപിച്ചുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മേഘ വല്ലാതിരിക്കുകയാണ്. കാരണം മേഘയെ ശപിച്ചതിൻ്റെ പേരിലാണ് വല്ലാതിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയും അതേപോലെ തന്നെ മനോഹരനും ഓരോന്നും ആക്കി പറയാണ്. കിളവന് വേറെ പണിയൊന്നുമില്ലേ? ചേച്ചി, ഈ പ്രായത്തിൽ കാശിക്ക് പോയിട്ട് വരണമെന്ന് എന്തിനായി കിളവൻ ആഗ്രഹിക്കുന്നത്? അവിടെ തന്നെ അങ്ങ് ജനസമാധി ആയിക്കൂടെ? അതപ്പോൾ കേട്ടപ്പോൾ മേഘ വല്ലാതെയായി. മുത്തശ്ശി നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പറയാണ്, എടാ, ഇതൊന്നും അത്ര പെട്ടെന്ന് പോകുന്ന ഇനമല്ല. കുറച്ച് നാൾ കഴിഞ്ഞ് നീയും കാശി വരെ ഒന്ന് ചെല്ല്. ചേച്ചി, ഞാനെന്തിനാ കാശിക്ക് പോകുന്നത്? അപ്പോൾ ചേച്ചി പറയാണ്, ഈ പരട്ട കിളവനെ വെള്ളത്തിലിട്ട് തള്ളിയിട്ട് കൊല്ലാൻ. വേറെ പണിയൊന്നുമില്ല ചേച്ചി. തനിയെ ചാവാൻ വേണ്ടി പോകുന്ന കിളവനെ ഞാൻ എന്തിനാ പോയി കൊല്ലുന്നത്? കാശിക്ക് പോകുമ്പോൾ ആ തണുപ്പ് കൊണ്ട് തന്നെ തനിയെ ചത്തോളും. മേഘമില്ലാതെ ദേഷ്യത്തോടെ പറയാണ്, കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കുമോ? മുത്തശ്ശൻ ഇങ്ങനെ ശപിച്ചിട്ട് പോകുന്നു, അതേക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലേ? മുത്തശ്ശി, ഈ കള്ളക്കിളവൻ്റെ ശാപമൊന്നും നമുക്ക് കേൾക്കാൻ പോകുന്നില്ല. അതിൻ്റെ കൂടെ മനോഹരനും. അതെ, നീ പേടിക്കാതിരിക്കുക മേഘ. ഈ വീട്ടിൽ ഇയാളായിരുന്നു ശകുനിയെ പോലെ ഉണ്ടായിരുന്നത്. അതെ, ഇപ്പോൾ അതും പോയി കിട്ടി. ഇനി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ചേച്ചി, ഇത് മാത്രം പോരെ ചേച്ചി. ഇതുപോലെ പുറത്തും പോകേണ്ട ശകുനങ്ങളുണ്ട്. നീ അതുങ്ങളെയും നമ്മൾ അടിച്ചോടിക്കണം. അപ്പോഴേ നമുക്ക് പൂർണ്ണമായ സമാധാനവും സന്തോഷവും കിട്ടും. അതും അധികം വൈകാതെ തന്നെ നടക്കുക തന്നെ ചെയ്യും. അതും പറഞ്ഞ് മനോഹരനും മുത്തശ്ശിയും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. മേഘയാണെങ്കിലോ എന്തോ വലിയൊരു ആലോചനയിലാണ്. പിന്നെ കാണിക്കുന്നത് സിദ്ധു ചന്ദ്രികയുടെ വീട്ടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിഷമത്തോടെ. അതേപോലെ തന്നെ മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയും മലരും ഒക്കെ അവിടെ തന്നെ സൈഡായിട്ട് നിന്നിട്ടുമുണ്ട്. അപ്പോഴാണ് മുത്തശ്ശൻ പെട്ടിയുമായിട്ട് വന്നിട്ട് പെട്ടി പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറി വരുന്നത് സിദ്ധു കാണുന്നത്. അപ്പോൾ സിദ്ധു പറയാണ്, അങ്കിളേ, മുത്തശ്ശനെ കണ്ടതും എല്ലാവരും ആ ഇരിപ്പിൽ നിന്നും എഴുന്നേറ്റു. അതായത് മഹേന്ദ്രനും ലക്ഷ്മിയും അതേപോലെ തന്നെ ചന്ദ്രികയും മകളോട് പറയാണ്, മോളെ എണീറ്റേ. മഹേന്ദ്രൻ അച്ഛനെ കണ്ടതും പറയാണ്, വരൂ അച്ഛ. മോനെ മഹേന്ദ്ര, ഇനിയും ഞാൻ ആ വീട്ടിൽ നിന്നാൽ എനിക്ക് അഭിമാനം ഉണ്ടാവില്ല. ഞാൻ ആ വീട് വിട്ട് പോവാം മോനെ. അത് കേട്ട് എല്ലാവരും സങ്കടത്തോടെ നോക്കുകയാണ്. ചന്ദ്രിക പറയാണ്, മുത്തശ്ശ, ആ ജാനകി മേഘയെ തന്നെ വിശ്വസിച്ചിരിക്കുക. അധികം വൈകാതെ ആ മേഘ എന്താണെന്ന് ഭഗവാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ കാശിക്ക് പോവാൻ മോനെ. ചന്ദ്രിക, കാശിക്കോ? ലക്ഷ്മിയും വല്ലാതായി. അപ്പോൾ മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാ ഇപ്പോൾ കാശിക്ക് പോകുന്നത്? അച്ഛൻ എവിടെയും പോകണ്ട, ഇവിടെ നിൽക്ക്. ആ വീട് എന്നാണോ നിൻ്റെ കയ്യിൽ തിരിച്ചു വരുന്നത്, അന്ന് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു വരാം. അയ്യോ അയ്യോ. മഹേന്ദ്രൻ ലക്ഷ്മിയും വല്ലാതായി. എന്നിട്ട് മഹേന്ദ്ര പറയാണ്, എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനിയും ആ വീട്ടിൽ എനിക്ക് കഴിയാൻ പറ്റില്ല മോനെ. അവിടെ കഴിയുന്ന ഓരോ നിമിഷവും എനിക്ക് നരകതുല്യമായിരിക്കും. നമ്മളെയൊക്കെ കബളിപ്പിച്ചിട്ട് ആ മേഘയും മാലതിയും ഒരിക്കലും ഗതി പിടിക്കില്ല. അത് ഉറപ്പാണ് മോനെ. മുത്തശ്ശൻ വീണ്ടും ശപിക്കുക. മുത്തശ്ശൻ എന്നിട്ട് സിദ്ധുവിനോട് പറയാണ്, മോനെ സിദ്ധു, ഏതൊരു സാഹചര്യത്തിലും നീ മഹേന്ദ്രനെയും ലക്ഷ്മിയെയും വിട്ട് പോകരുത്. ഇവർക്ക് നീ എപ്പോഴും കൂട്ടായി ഉണ്ടാവണം. എന്നിട്ട് സിദ്ധുവിനോട് പറയാണ്, ചന്ദ്രികയെ നീ വേണം മോനെ വിവാഹം കഴിക്കാൻ. എൻ്റെ ആഗ്രഹമാണ് മോനെ അത്. ഉറപ്പായും മുത്തശ്ശ. ദയവ് ചെയ്ത് മുത്തശ്ശൻ്റെ തീരുമാനം മാറ്റണം. മുത്തശ്ശൻ എവിടെയും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. മുത്തശ്ശൻ സിദ്ധുവിനോട് പറയാണ്, ഇല്ല മോനെ, അത് ശരിയാവില്ല. മുത്തശ്ശ. അപ്പോൾ മുത്തശ്ശൻ ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് പറയാണ്, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. നീ മഹേന്ദ്രനെ പോലെ അധ്വാനിച്ച് ബിസിനസ്സിൽ നല്ലൊരു നിലയുണ്ടാക്കണം. ആ മേഘയോട് നീ ജയിച്ച് കാണിക്കണം. അതാ മോനെ ഈ മുത്തശ്ശൻ്റെ ആഗ്രഹം. ഉറപ്പായും മുത്തശ്ശ. മുത്തശ്ശൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മുത്തശ്ശൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം ഞാൻ നേടും. പിന്നെ മുത്തശ്ശൻ ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, മോളെ ലക്ഷ്മി, നീ മഹേന്ദ്രനെ നന്നായിട്ട് നോക്കണം. നീയും മനസ്സ് തളരാതെ ധൈര്യമായിട്ട് തന്നെ ഇരിക്കണം.
നമുക്ക് നല്ലതേ വരൂ എന്നുള്ളൊരു വിശ്വാസത്തോടെ ജീവിക്ക്. ശരി അമ്മാവാ. മോളെ മലർ ഇവിടെ വാ എന്ന് പറയാണ് മുത്തശ്ശൻ. മലറിനെ കെട്ടിപ്പിടിച്ച് മുത്തശ്ശൻ ഉമ്മ കൊടുക്കുകയാണ്. നന്നായി പഠിക്കണം മോളെ, അമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം കേട്ടോ. ശരി മുത്തശ്ശ. പിന്നെ മുത്തശ്ശൻ പോക്കറ്റിൽ നിന്നും ഒരു ചെയിൻ എടുത്തു. ചന്ദ്രികെ, ഇത് നിന്റെ മുത്തശ്ശിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയാ. അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ഇത്രയും നാൾ ഞാൻ സൂക്ഷിച്ചു. ഇനി ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഇത് നിനക്ക് സ്വന്തമാണ്. ചന്ദ്രിക വിക്കി അത് വാങ്ങിച്ചു. നന്നായി വരും. അപ്പോൾ ഞാൻ ഇറങ്ങുക. അപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മിയും അടുത്ത് പോയിട്ട് കാല് പിടിച്ചിട്ട് പറയാണ്, നമ്മളെ അനുഗ്രഹിക്കണം. നന്നായി വരും മക്കളെ. നിങ്ങൾക്ക് നന്മയേ ഉണ്ടാവും. മുത്തശ്ശ, ഞങ്ങളെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് മലരും ചന്ദ്രികയും പോയി കാല് പിടിക്കുകയാണ്. അതേപോലെ തന്നെ സിദ്ധുവും പറയണം, മുത്തശ്ശ എന്നെയും അനുഗ്രഹിക്കണം. നന്നായി വരും. രണ്ടുപേരും വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്ക്. മുത്തശ്ശൻ സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചു. ഞാൻ ഇറങ്ങുക. നന്നായി വരും. മുത്തശ്ശൻ്റെ കൂടെ തന്നെ മുത്തശ്ശനെ പിടിച്ചുകൊണ്ട് സിദ്ധു നടക്കുകയാണ്. മുത്തശ്ശൻ ഉമ്മറത്തിലുണ്ടായിരുന്ന പെട്ടിയും എടുത്ത് പോവുകയാണ്. മുത്തശ്ശൻ വീട്ടിൻ്റെ മുറ്റത്തെത്തിയിട്ട് വീണ്ടും അവരെ തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. സങ്കടത്തോടെ കണ്ണടയൊക്കെ ഊരിയിട്ട് കണ്ണൊക്കെ തുടച്ചിട്ടാണ് മുത്തശ്ശൻ നോക്കുന്നത്. പിന്നെ വിഷമത്തോടെ ഒന്നും മിണ്ടാതെ ഒറ്റപ്പോക്ക്. പിന്നെ കാണിക്കുന്നത് മേഘ വണ്ടിയുമായി സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ട് പോവുകയാണ്. അതിൽ അവളുടെ ചന്ദ്രനച്ഛനും ഉണ്ട്, അവരുടെ 2 മക്കളും ഉണ്ടായിരുന്നു. ചന്ദ്രനച്ഛൻ ചോദിക്കുകയാണ്, മേഘ, ഞങ്ങളെയൊക്കെ എങ്ങോട്ടാ മോളെ നീ കൂട്ടിക്കൊണ്ടു പോകുന്നേ? മേഘ പറയാണ്, പറയാം, നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസാണ് ചേച്ചി? പ്ലീസ് ചേച്ചി ഒന്ന് പറയുന്നേ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നേ. പിന്നെ അച്ഛനും അതുപോലെ 2 കൂടപ്പിറപ്പുകൾ, അതായത് ഒരു സിസ്റ്ററും ഒരു ബ്രദറുമാണുള്ളത്. എന്ത് സർപ്രൈസാണ് ചേച്ചി? അതേപോലെ തന്നെ ബ്രദറും ചോദിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ഓടുന്നുണ്ട്. ഒരുപാട് എക്സൈറ്റഡാ. ഒന്ന് സമാധാനമായി ഇരിക്കേ. ഞാനൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ. ഒടുവിൽ അവർ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. എന്നിട്ട് മേഘ വണ്ടി നിർത്തിയിട്ട് പറയാണ്, അച്ഛാ ദാ ഇവിടെയാണ്. ഇവിടെയോ? ഇറങ്ങി അവിടെ കയറിയപ്പോൾ തന്നെ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് കാണുന്നത്. മേഘ വിളിക്കുകയാണ്, വരുന്നേ. എന്നിട്ട് മേഘ അവിടെയുള്ളവരോട് ചോദിക്കുകയാണ്, എന്താ പ്രസാദ്, എല്ലാം റെഡിയാണോ? എന്തായിരിക്കും അച്ഛാ, എനിക്കറിയില്ല. വരൂ നിങ്ങൾ വരാൻ. പിന്നെ അവിടെ കിട്ടിയിരുന്ന റിബൺ മുറിക്കാൻ വേണ്ടി അച്ഛൻ്റെ കയ്യിൽ കത്രിക കൊടുക്കുകയാണ് മേഘ. എന്താ മോളെ, അച്ഛൻ വരൂ. അച്ഛാ ഇതാ ഈ റിബണൊന്ന് കട്ടി. അത് കേട്ട് അച്ഛൻ്റെ 2 മറ്റുള്ള മക്കൾ പരസ്പരം നോക്കുകയാണ്. മേഘ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രനച്ഛൻ ചോദിക്കുകയാണ്, മോളെ എന്നോടെന്തിനാ റിബൺ കട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്? എനിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ മേഘ പറയാണ്, ഞാൻ ഈ ഫ്ലാറ്റ് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ. അത് കേട്ട് 2 സഹോദരങ്ങളും പരസ്പരം നോക്കുകയാണ്. നീ എന്താ മോളെ ഈ പറയുന്നേ? അതെ അച്ഛാ, നിങ്ങളും എത്ര നാളെന്ന് കരുതിയാ വാടക വീട്ടിൽ താമസിക്കുന്നേ? അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി. ഇനി നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇവിടെ താമസിക്കാം. പിന്നെ മേഘയുടെ ചന്ദ്രനച്ഛൻ വിഷമത്തോടെ നോക്കിയിട്ട് പറയാണ്, മേഘ മോളെ, എനിക്ക് എന്താ നിന്നോട് പറയേണ്ടത് എന്നറിയില്ല. നന്നായിരിക്കട്ടെ മോളെ, നന്നായിരിക്കട്ടെ. ചേച്ചി സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്തോ ചെറിയ കാര്യം എന്നാണ് വിചാരിച്ചത്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതേയില്ല. അതുപോലെ തന്നെ മേഘയുടെ സഹോദരിയും പറയാണ്, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. താങ്ക്സ് ചേച്ചി എന്ന് പറഞ്ഞ് മേഘയെ കെട്ടിപ്പിടിക്കുകയാണ്. വലിയ ഉപകാരം ചേച്ചി. അച്ഛാ ഈ റിബൺ കട്ട് ചെയ്യ അച്ഛാ. അങ്ങനെ അച്ഛൻ സന്തോഷത്തോടെ റിബൺ കട്ട് ചെയ്തു. എല്ലാവരും കൈയടിക്കുകയും ചെയ്തു. വരൂ എന്ന് പറഞ്ഞ് മേഘ എല്ലാവരെയും ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. ചേച്ചി ഫ്ലാറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഫുള്ളായിട്ട് ഫർണിഷ്ഡായ ഫ്ലാറ്റാണ്. നമ്മൾ ഇനിയൊന്നും പുതിയതായിട്ട് വാങ്ങേണ്ട ഒരാവശ്യമില്ല. ജസ്റ്റ് ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രം മതി. അച്ഛൻ പറയാണ്, മേഘ ഒരുപാട് സന്തോഷമുണ്ട് മോളെ. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. മോളെ ഇത് വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ 25 വർഷത്തെ സ്വപ്നം നീ തന്നെ അത് നിറവേറ്റിയിരിക്കുകയാണ്. അച്ഛൻ കരയുന്നത് കണ്ട് മറ്റുള്ളവരൊക്കെ വിഷമത്തോടെയും പ്രശ്നത്തോടെയും നിൽക്കുകയാണ്. മേഘ ചോദിക്കുകയും ചെയ്തു, എന്തിനാ അച്ഛാ ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്നേ? ഇനി മുതൽ സുരേന്ദ്രനും പൂജയ്ക്കും ഒപ്പം അച്ഛനും സന്തോഷമായിട്ടിരിക്കാലോ. ഇത് മതി മോളെ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങി തന്നില്ലേ. നീ നിൻ്റെ അനിയനും അനിയത്തിക്കും നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി കൂടി കൊടുക്ക്.
നീ അതോർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മേഘ, നീ സിദ്ധാർത്ഥിനെ വിവാഹം കഴിച്ച് എല്ലാ സുഖത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കണം. അത് അധികം വൈകാതെ തന്നെ നടക്കും. ഇനിയൊരു നല്ല ദിവസം നോക്കി ഈ വീട്ടിൽ പാല് കാച്ചൽ നടത്തി മാറിക്കൊള്ളണം. ശരി. ശരി, എന്നാൽ ഞാൻ ഇറങ്ങാം അച്ഛാ. പോയിട്ട് വാ. സൂക്ഷിച്ചു പോണേ. സുരേന്ദ്ര, പൂജയെ പോയിട്ട് വരാം. താങ്ക്സ് ചേച്ചി എന്ന് പറഞ്ഞ് പൂജ കെട്ടിപ്പിടിക്കാണ്. ഇറ്റ്സ് ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. പോയിട്ട് വരാം. ചേട്ടാ, നമുക്ക് ഈ വീടൊന്ന് ചുറ്റിക്കാണാം. ഇപ്പോൾ വരാം അച്ഛാ, ഞങ്ങൾ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ. പിന്നെ മനോഹരൻ കാറ് തുടച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. മനോഹരൻ കാർ തുടക്കുന്നതിനിടയിൽ പറയാണ്, 3 നേരം ആഹാരം കഴിക്കണം, അതിന് ഇതൊക്കെ ചെയ്യണം. മനോഹരൻ ദേഷ്യത്തോടെ കാറിങ് ഒക്കെ ആക്കിയിട്ടാണ് തുടക്കുന്നത്. എന്നിട്ട് മനോഹരൻ തന്നെ പറയാണ്, പതുക്കെ പറ മനോഹര, ആരെങ്കിലും കേൾക്കും. അപ്പോഴേക്കും മേഘ അവിടെ എത്തി. എന്നിട്ട് മേഘ പറയാണ്, അമ്മാവൻ എന്തിനാ കാറ് തുടക്കുന്നേ? അതിനിപ്പോൾ എന്താ മോളെ, വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, പിന്നെ കാറെങ്കിലും ഒന്ന് തുടച്ചിടാലോ എന്ന് കരുതി ഇറങ്ങിയത്. അമ്മാവൻ ഇനി ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്യണ്ട, അകത്തേക്ക് പോകാൻ നോക്ക്. എന്താ മോളെ, മോക്കല്ലാതെ പിന്നെ അമ്മാവൻ ആർക്കാ ഇതൊക്കെ ചെയ്യുക? മേഘ ചിരിച്ചുകൊണ്ട് പറയാണ്, അമ്മാവനൊന്ന് പോയേ. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. ശരി അമ്മാവാ. സുന്ദരി, ഒരു നല്ല കോഫി എടുത്തോ. മേഘ അതും പറഞ്ഞു കഴിഞ്ഞ് മനോഹരൻ അകത്തേക്ക് പോവുകയും ചെയ്തു. മനോഹരൻ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ മേഘ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. അപ്പോഴാണ് മഹേഷ് വന്നിട്ട് അവിടെ നിൽക്കുന്നത്. മഹേഷിനെ കണ്ടതും മേഘ ഷോക്കടിച്ചതുപോലെയായി. മേഘ മഹേഷിനെ കണ്ടപ്പോൾ അടുത്തോട്ട് വരികയാണ്. അതേപോലെ തന്നെ മഹേഷും മേഘയുടെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് മഹേഷ് ചോദിക്കുകയാണ്, എന്താ മേഡം, കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുന്നവൻ ഇവിടെ വന്നിരിക്കുന്നു എന്നാവും നോക്കുന്നത് അല്ലേ? എന്നിട്ടും മേഘ വിട്ടുകൊടുക്കാതെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പം നീ ഇങ്ങോട്ട് വന്നത്? ആദ്യം ഇവിടുന്ന് പുറത്തു പോ. ഞാനിവിടെ താമസിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റിന് ന്യായം ചോദിക്കാൻ വന്നതാ. ഞാൻ നിന്നോട് എന്ത് പാവാ ചെയ്തത്? മേഡം, ഞാൻ മര്യാദയ്ക്ക് എൻ്റെ ജോലിയും ചെയ്ത് ജീവിച്ചതാ. നിങ്ങളാ ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോകണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ചന്ദ്രികയെ നീ വിവാഹം കഴിക്ക്, ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് തരാമെന്നൊക്കെ പറഞ്ഞത് എന്നെ ആശിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു. നിങ്ങൾ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ സഹായിച്ചതിനാ ആളെ വെച്ച് എന്നെ തല്ലിക്കാൻ നിങ്ങൾ ഏർപ്പാടാക്കിയത്. ഇനിയൊരിക്കലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട 20 ലക്ഷം രൂപ തന്നാൽ ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിച്ച ഫോൺ കോൾ റെക്കോർഡ്സൊക്കെ പോലീസിൽ ഏൽപ്പിച്ച് ഞാൻ മാപ്പുസാക്ഷിയാവും. അതിനുശേഷം നിങ്ങളായിരിക്കും ജയിലിൽ കഴിയേണ്ടി വരിക. മേഡം, തെറ്റ് ചെയ്യുന്നവരേക്കാൾ അത് ചെയ്യിപ്പിക്കുന്നവർക്കാണ് കൂടുതൽ ശിക്ഷ കിട്ടുക. എന്ത് പറയുന്നു മേഡം? മേഘ വല്ലാതായി ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുകയാണ്, എന്ത് ചെയ്യുന്നു? ചോദിച്ച 20 ലക്ഷം രൂപ തരുന്നോ, അതോ ഈ തെളിവുകളെല്ലാം ഞാൻ പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണോ? മേഘ എന്നിട്ടും ധൈര്യം വിടാതെ ചോദിക്കുകയാണ്, എന്താ ഭീഷണിയാണോ? അതേ, ഭീഷണിയാണെന്ന് തന്നെ വെച്ചോ. നിങ്ങൾ എന്ത് ചെയ്യും? മേഘ പിന്നെ വിളിച്ച് കൂക്കുകയാണ്, അമ്മവാ. എന്താ മേഘ, എന്താ? അമ്മവാ, വേഗം വാ. എടാ മഹേഷേ, നീ എന്തിനാ ഇവിടെ വന്നേ? അമ്മവാ, ഞാൻ ഇവനോട് സംസാരിച്ച ഫോൺ കോൾസ് എല്ലാം ഇവൻ റെക്കോർഡ് ചെയ്ത് ഫോണിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആദ്യം ഇവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാമ്മവാ. എടാ മഹേഷേ, നീ എന്തിനാ മേഘയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? മേഘ നിന്നെ എത്ര സഹായിച്ചതാ? ഇങ്ങനെ ദ്രോഹിക്കാൻ പാടുണ്ടോ? മഹേഷേ, മര്യാദയ്ക്ക് ആ ഫോണിങ്ങതാ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് സിദ്ധു ദേഷ്യത്തോടെ മേഘയെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് മേഘയെ ശാസിക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, എടാ സിദ്ധു, എന്തിനാ ഇപ്പം നീ മേഘയോട് തർക്കിക്കുന്നത്? സിദ്ധു ദേഷ്യത്തോടെ ജാനകിയോട് പറയാണ്, മേഘ പറഞ്ഞിട്ടാണ് മഹേഷ് ചന്ദ്രികയെയും കുഞ്ഞിനെയും കടത്തിക്കൊണ്ടുപോയത്. പിന്നെ ജാനകി ചോദിക്കുകയാണ്, എന്താ മഹേഷ്, സിദ്ധാർത്ഥ് പറഞ്ഞതൊക്കെ സത്യമാണോ? മഹേഷ് ജാനകിയോട് പറയാണ്, അതെ മേഡം. അത് കേട്ട് ലക്ഷ്മിയും മറ്റുള്ളവരും ഒക്കെ വാപൊളിച്ച് നിന്നുപോയി. അപ്പോൾ ജാനകി പറയാണ്, അല്ല, നീ കള്ളം പറയാണ്. മേഘ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. മേഘ മേഡം എന്നോട് സംസാരിച്ച ഫോൺ കോൾ റെക്കോർഡ്സ് എല്ലാം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് മഹേഷ് ഫോൺ ഓണാക്കി കേൾപ്പിച്ചു കൊടുക്കുന്നത്. മഹേഷ്, നീ ചന്ദ്രികയെ ശ്രീലങ്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയി വിവാഹം കഴിക്കണം. ഇനി മേലിൽ ചന്ദ്രികയും മലരും ഇവിടെ വരാനേ പാടില്ല.
അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ലൈഫ് ടൈം ഞാൻ സെറ്റിൽമെൻറ്റ് ചെയ്യാം. അത് കേട്ട് എല്ലാവരും അമ്പരന്ന് പോയി. അതായത് ജാനകി ഉൾപ്പെടെ. ജാനകിയും കേട്ടു. കാര്യം നേരിട്ട് പറയലല്ലോ, നേരിട്ട് ആ ഫോൺ കോൾസ് റെക്കോർഡ്സൊക്കെ കേൾപ്പിച്ചു കൊടുക്കുകയാണല്ലോ. ഇത്രയ്ക്ക് ജാനകി പ്രതീക്ഷിച്ചില്ല. അതേപോലെ തന്നെ ലക്ഷ്മിയും സിദ്ധുവും മഹേന്ദ്ര സാറും ഒക്കെ പരസ്പരം നോക്കുകയാണ് ആ ശബ്ദം കേട്ടിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.